വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ പോസ് എളുപ്പത്തിൽ മാറാനുള്ള ഒരു അടിപൊളി റെമഡിയാണ്. എളുപ്പത്തിൽ എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ മാറുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾക്കറിയാം ഓപ്പൺ പോസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ മാറിപ്പോകത്തൊന്നുമില്ല. നമ്മൾ എന്ത് ട്രൈ ചെയ്താലും അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറേ കാലം നമ്മളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് പേരൊക്കെ എനിക്ക് ഇങ്ങനെ കമൻറ്റിലും അല്ലെങ്കിൽ പേഴ്സണലിയും വന്ന് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഓപ്പൺ പോസ് മാറാനുള്ള എന്തെങ്കിലും റെമഡി പറഞ്ഞു തരണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇതുവരെ മാറ്റമില്ല എന്നുള്ളത്. അപ്പോൾ ഞാനിത് കുറേ ആയി ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് ഓപ്പൺ പോസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഡിലേ ആക്കിയത്. പിന്നെ എനിക്ക് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പിന്നെ ഇപ്പം ഞാൻ പറയുന്ന റെമഡി നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ്, വേറെ പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ധൈര്യത്തിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് കരുതിയത്. അപ്പോൾ ഓപ്പൺ പോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫേസിലുണ്ടാവുന്ന കുഴികളുണ്ടല്ലോ, ആ കുഴികളാണ് നമ്മൾ ഓപ്പൺ പോസ് എന്ന് പറയുന്നത്. ഇത് പിമ്പിൾസ് അധികമായിട്ടും ഫേസിൽ വരുന്നവർക്കാണ് അധികം കണ്ടുവരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് മൂലം ഉണ്ടാവാം. അതും അല്ലെങ്കിൽ നമ്മളിപ്പം മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ പുറത്ത് പോയി തിരിച്ച് വന്നിട്ട് നമ്മൾ മേക്കപ്പ് ഒന്നും റിമൂവ് ചെയ്യാണ്ട് ഇരിക്കുകയാണെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു സംഭവം വരാൻ ചാൻസ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് തന്നെ കാണാം, ചിലർക്കൊക്കെ നല്ല രീതിയിൽ അധികം പേർക്കും കണ്ടുവരുന്നത് ഈ ഒരു നമ്മുടെ ഈ ഒരു കവിളിൻ്റെ സൈഡിൽ അയ്യോ ഐലൈനറൊക്കെ വരുന്നു. അപ്പോൾ ഞാൻ അധികം ആളുകളിലും ഈ ഒരു സംഭവം കണ്ടിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കവിളിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ടുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്താൽ മാറുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലാണ്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ ഉള്ളെങ്കിൽ ഇതുപോലെ വീട്ടിലുള്ള എന്തെങ്കിലും കാര്യം യൂസ് ചെയ്തിട്ട് മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഇത് ട്രൈ ചെയ്യുക. അതും നിങ്ങൾ 1-2 തവണ ട്രൈ ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. മാക്സിമം നിങ്ങൾ ഒരു 2-3 മന്തെങ്കിലും ഇത് ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ. ചെറിയ രീതിയിൽ അതിങ്ങനെ കുറഞ്ഞു വരത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് മാറണമെന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് കേട്ടോ. നമുക്കങ്ങനെ പെട്ടെന്നൊന്നും ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അമൃത. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നമുക്ക് ആദ്യം വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. ഒരു മുട്ടയുടെ വെള്ള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇത് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം. കാരണം ഇതിലോട്ട് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര വഴുവഴുപ്പുണ്ടാവും മുട്ട ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തേച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ 7 ഡേ സ്കിൻ ബ്രൈറ്റനിങ് ചാലഞ്ച് നമ്മൾ ഈ ഏപ്രിൽ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രം പോരാ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ ഓരോ ദിവസമായിട്ട് ഫോളോ ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പോള് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ചാലഞ്ചിൽ എല്ലാവരും പങ്കെടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇനി ഇങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തൂത്ത് പോകും. കണ്ടല്ലേ, ഇതേ രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. പിന്നെയും പരന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ്. നിങ്ങൾക്ക് കടലപ്പൊടി അല്ലെങ്കിൽ ഓട്സ് പൊടിച്ചിട്ടുണ്ടല്ലോ, ഓട്സ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കടലപ്പൊടി കേട്ടോ. ഞാൻ ഒരു മിനിറ്റ്, 1.5 ടീസ്പൂണൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയുടെ അളവിലേക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ കടലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം കറക്റ്റാണോ എന്നുള്ളത്. എന്തോ ഒരു വൃത്തിയിട്ട സ്മെല്ല്. അപ്പോൾ കുറച്ചുകൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ഇതിലോട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. കുരു ചേർക്കാണ്ടിരിക്കുക കേട്ടോ, ഒരുപാട് ചേർക്കേണ്ട. 2 കുരു അതിൽ വീണു. നമുക്കത് മാറ്റിക്കളാം. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിക്ക് കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ. ഓക്കെ, ഇനി നമുക്ക് എവിടെയാണോ ഈ ഒരു ഓപ്പൺ പോഴ്സ് ഉള്ളത് അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അധികം പേർക്കും കണ്ടുവരുന്നത് ഈ ഒരു സൈഡ് ആയതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് 1-2 ചെറുതൊക്കെ ഇവിടെ ഉണ്ടാവും ഈ ഒരു മൂക്കിൻ്റെ സൈഡ്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മുട്ട നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്യിക്കാനും കടലപ്പൊടി നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചെറുനാരങ്ങ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് നമുക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു കോട്ടൺ തുണിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ആയാലും മതി. ഏറ്റവും ബെറ്റർ കോട്ടൺ തുണിയാണ്. ഇത് ഞാനിപ്പോൾ 2 പീസാക്കി എടുക്കുകയാണ്, 2 സൈഡിലും കൂടി ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ അപ്ലൈ ചെയ്തില്ലേ അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക.
ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഒരു മിക്സ് നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലും കൂടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡിലും ഇതുപോലെ തന്നെ ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. മാക്സിമം 10 മിനിറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. ഫൈനലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്ലോത്തിൻ്റെ മുകളിലായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിന്നിലുള്ള പോഴ്സൊക്കെ ഒന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റെപ്പും നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഫോളോ ചെയ്യണം. ഫസ്റ്റിൽ നമ്മൾ ആ ഒരു മിക്സ്, മുട്ടയുടെ മിക്സ് റെഡിയാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലും ആ ഒരു മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മൂന്നാമതായിട്ട് ഇതുപോലെ ഐസ് ക്യൂബ് യൂസ് ചെയ്തിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഈ 3 സ്റ്റെപ്പും ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് പതുക്കെ റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ക്ലോത്ത് റിമൂവ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. ആലോവേറ ജെൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. ബെസ്റ്റ് ആയിട്ടുള്ളത് ആലോവേറ ജെൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചെടുത്തിട്ട് ഫേസിൽ അപ്ലൈയും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇതൊരു 2-3 മന്തെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുക. 1-2 തവണ ചെയ്തതുകൊണ്ട് ഇത് മാറ്റം വരത്തില്ല. നമ്മളത് കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.